ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ആദ്യമേ തന്നെ നമ്മുടെ കേരളം മുഴുവൻ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അർജുൻ്റെ കാര്യം. ശരിക്കും ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എനിക്ക് നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും ആരൊക്കെയോ ആയി എന്നുള്ളൊരു തോന്നൽ എനിക്ക് ശരിക്കും ഈ കഴിഞ്ഞ ഈ 2-3 ദിവസമായിട്ട് നമ്മളെ മീൻസ് ഇത് ഭയങ്കരമായിട്ട് പോയി. എന്താ പറയുന്നത്, ഈ അർജുൻ്റെ വിഷയം ഒത്തിരി ചാനൽസിലും ഒക്കെ കുറച്ചൊന്ന് ഫേമസ് ആയി വന്ന ആ നിമിഷം മുതലേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫോൺ എനിക്ക് തോന്നുന്നു രാത്രി 12 മണി വരെ ഓഫായിട്ടേ ഇല്ല. ഓരോരോ ചാനൽ ഇങ്ങനെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അത്രയ്ക്ക് മനസ്സിന് പ്രയാസമായിരുന്നു. ശരിക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ആ കരയിലുണ്ട്, ഫോൺ റിങ് ചെയ്തു എന്നൊക്കെ പറയുമ്പം എന്തായാലും കിട്ടും, അർജുനെ ജീവനോടെ തന്നെ കിട്ടും എന്നുള്ള ഒരു ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ മാനസികമായിട്ട് ഇപ്പം ഭയങ്കര പ്രയാസം. നമ്മുടെ ആരും അല്ലെങ്കിലും ആരൊക്കെ ആയിത്തീർന്ന പോലെ ഒരു ഫീൽ. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും അല്ലേ. എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടു കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. എനിക്ക് വീഡിയോ ഇടുന്നതിന് മുന്നേ ഒന്ന് പറയണമെന്ന് തോന്നി. ഭയങ്കര മനസ്സിന് പ്രയാസമാണ് അർജുൻ്റെ കാര്യം. എപ്പോഴും ആലോചിക്കുമ്പോഴും ഭയങ്കര മനസ്സിന് പ്രയാസം. എനിവേ ഞാൻ ഇപ്പോൾ കുറേ കമൻറ്റുകൾ വന്ന് കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ 1 by 1 ആയിട്ട് കമൻറ്റ് വായിച്ചിട്ട് പറയാം കേട്ടോ. രമ്യ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ചോദിച്ചേക്കാണ്, എനിക്ക് $101 വന്ന് കിടപ്പുണ്ട്, ബട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഫേസ്ബുക്കിൻ്റെ പെർഫോമൻസ് ബോണസിനെ കുറിച്ച് ഞാൻ ഇട്ടിരുന്ന വീഡിയോ ആട്ടെ. $101 വന്നിട്ടുണ്ടെങ്കിൽ ഏത് മാസമാണ് വന്നേ എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എനിക്ക് $101 വന്ന് കിടപ്പുണ്ടെന്നേ ഉള്ളൂ. അത് പെയ്ഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവരൊരു ലിമിറ്റഡ് ടൈം കൊടുത്തിട്ടുണ്ടാകും. ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ ഉള്ളതാണ് പെർഫോമൻസ് ബോണസ് നിങ്ങൾക്കുള്ള കിട്ടാനുള്ളത് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതായത് ഈ മാസം പകുതി വരെയാണ് ഡേറ്റ് തന്നേക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ മാസം നമുക്ക് കിട്ടത്തില്ല, അടുത്ത മാസമേ കിട്ടത്തുള്ളൂ. പെർഫോമൻസ് ബോണസ് വന്നേക്കുന്ന എല്ലാവരുടെയും കേട്ടോ, കിട്ടാതിരിക്കത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഈ കഴിഞ്ഞ മാസത്തെ കിട്ടിയല്ലോ പെർഫോമൻസ് ബോണസ്, എനിക്ക് കിട്ടി. റീൽസിൻ്റെ ഒരു സ്പെഷ്യൽ ബോണസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ തന്നായിരുന്നല്ലോ. അതിൻ്റെ $130 അത് എക്സ്ട്രായും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എനിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളോട് അത് പറഞ്ഞു തരത്തുള്ളൂ. അപ്പോൾ പെർഫോമൻസ് ബോണസ് കിട്ടും. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പെർഫോമൻസ് ബോണസ് $37 ആയിരുന്നു. അതെനിക്ക് വന്നിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കിട്ടും. ഇനി ഈ മാസമായിരിക്കും ചിലപ്പോൾ കിട്ടാൻ പോകുന്നത്. ഈ കഴിഞ്ഞ മാസത്തെ ആണെങ്കിൽ ഇനി വരുന്ന മാസമായിരിക്കും കിട്ടാൻ പോകുന്നത്. എനിക്ക് വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല. ഈ വരുന്ന മാസത്തേക്കുള്ള പേ ഔട്ടിൽ കാണിക്കുന്നുണ്ട്. പേ ഔട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല, അവിടുന്ന് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളൂ. അപ്പം തീർച്ചയായിട്ടും പെർഫോമൻസ് ബോണസ് നിങ്ങൾക്ക് കഴിഞ്ഞ മാസത്തെയാണ് വന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മാസം തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അത് വന്നിരിക്കും കേട്ടോ, വിഷമിക്കേണ്ട. അടുത്തത്, റീൽസ് ഓവർലേ ആഡ്സ് റെസ്ട്രിക്റ്റഡ് ആയി ബിക്കോസ് ഓഫ് അൺഒറിജിനൽ കണ്ടന്റ്. എങ്ങനെ സോൾവ് ഹെൽപ്പ് ചെയ്യാമോ എന്ന് മല്ലു സ്പീക്സ് ചോദിച്ചേക്കുന്നു. ഓവർലേ ആഡ്സിൻ്റെ മീൻസ് റീൽസിന് മിക്കവാറും ഓവർലേ ആഡ്സ് ആയിരിക്കും നമുക്ക് കൂടുതലും കിട്ടുന്നത്. ഓവർലേ ആഡ്സ് അൺഒറിജിനൽ കണ്ടന്റ് ആണെന്ന് അത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ഇഷ്യൂ ആണ്. നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒന്നിൽ എൻ്റെ മ്യൂസിക് ആയിരിക്കാം. ഞാനപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റീൽസിൻ്റെ കോപ്പിറൈറ്റ് ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഈ കഴിഞ്ഞ ലാസ്റ്റുള്ള കുറച്ച് വീഡിയോകൾക്കും ആ ഒരു ദിവസങ്ങളിലുള്ള വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ടൊന്ന് ചെക്ക് ചെയ്തോളൂ അതിനകത്ത് മ്യൂസിക്കിനാണോ പ്രോബ്ലം ഉള്ളത് അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കണ്ടന്റ് എടുത്ത് ഇട്ടതാണോ പ്രശ്നമുള്ളതെന്ന് ഒന്ന് നോക്കിയിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലവും വരത്തില്ല കേട്ടോ. അൺഒറിജിനൽ കണ്ടന്റ് അല്ലെ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ഒരു 3 മാസം കൊണ്ടൊക്കെ നമ്മുടെ വീഡിയോയിലെ മോണിറ്റൈസേഷൻ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ വേറൊരു വ്യക്തി നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നാൽ മാത്രമാണ് നമുക്കതിന് സോൾവ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. നിങ്ങളുടേതല്ലാത്ത കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് റിവ്യൂ കൊടുക്കാനുള്ള ഓപ്ഷൻ തരും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി കേട്ടോ. അടുത്ത, ചേച്ചിയെ വാട്സപ്പ് ചെയ്യാൻ പറ്റുമോ? സ്ക്രീൻഷോട്ട് അയക്കാനാണോ ഒന്ന് മാറ്റാൻ. അടുത്ത, ഹായ് എനിക്കൊരു ഹെൽപ്പ് വേണം. സെയിം ആൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, അനിയപ്പം. ഹായ് എനിക്കൊരു ഹെൽപ്പ് വേണം. എനിക്ക് ചാനൽ മോണിറ്റൈസ് ആയി, ബട്ട് ഇപ്പോൾ ആഡ്സ് റെസ്ട്രിക്റ്റഡ് കാണിക്കുന്നത് കാരണം അൺഒറിജിനൽ കണ്ടന്റ് കാണിക്കുന്നത്. 6 വീഡിയോ പുറത്ത്
നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തു. ബട്ട് ഇപ്പോഴും ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും സെയിം ഡിസ്ക്രിപ്ഷനാണ് ഉപയോഗിക്കുന്നത്, അതായിരിക്കുമോ എന്ന് പറയാമോ? സെയിം ഡിസ്ക്രിപ്ഷൻ കൊടുത്തൊന്നും പറഞ്ഞിട്ടൊന്നും നമുക്ക് അങ്ങനെ പ്രോബ്ലം വരത്തൊന്നുമില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ തമ്മിലാണെങ്കിലും ഡിസ്ക്രിപ്ഷനാണ്, അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഒരേ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് കൊടുത്തുവിടായോ? നമുക്കൊരു #, എക്സ്ട്രാ ആഡ് ചെയ്യോ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് ചേർക്കുമോ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. ഒരേ ഡിസ്ക്രിപ്ഷൻ തന്നെ കൊടുക്കുന്ന എന്തിനാ? പിന്നെ അൺഒറിജിനൽ കണ്ടന്റ് വന്നു വെളിയിൽ നിന്നുള്ള വീഡിയോ എടുത്ത് വിട്ടെങ്കിൽ അതിൽ ഒരു സംശയവും വേണ്ട, അത് തന്നെയാണ് പ്രോബ്ലം കേട്ടോ. കാരണം നമ്മുടെ അൺഒറിജിനൽ കണ്ടന്റ്, ലിമിറ്റഡ് ഒറിജിനാലിറ്റി അല്ലല്ലോ, അൺഒറിജിനൽ കണ്ടന്റാണ് കാണിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് കാര്യം, വേറെ ഒരു റീസണും ഇല്ല. നമ്മളുടെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തരത്തില്ല. നമ്മളിപ്പോൾ ഡിലീറ്റ് എല്ലാം ചെയ്തു എന്ന് വെച്ചു, നാളെ നിങ്ങൾക്ക് അതിൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ചു തരത്തില്ല. നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട്, ഒരു 3 മാസമാണ് ഏറ്റവും കുറഞ്ഞ പീരീഡ്, ഏറ്റവും കുറഞ്ഞാണ്. മിനിമം 3 മാസം എടുക്കും നമ്മുടെ ഈ മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റ് ആയത് നമുക്ക് തിരിച്ചു കിട്ടാനായിട്ട്. അപ്പം അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ. എത്ര വീഡിയോ, ഈവൻ റീൽസിലാണേലും ലോങ് വീഡിയോ ആണേലും റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലത്തെ കണ്ടന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തതിന് ശേഷം, കാരണം നിങ്ങളുടേതായ കണ്ടന്റുകൾ കൂടുതൽ ഇടണം എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഒന്നോ രണ്ടോ ഒക്കെ വീഡിയോ പുറത്തുനിന്ന് എടുത്താലും കുഴപ്പം വരില്ല. പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ വീഡിയോസ് മാക്സിമം ഇട്ടോണം. കൂടുതൽ നമ്മളുടെ വീഡിയോ ആയിരിക്കണം, ഒറിജിനൽ കണ്ടന്റ് കൂടുതലായിരിക്കണം എന്നതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. അപ്പം റെസ്ട്രിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടനെ നാളെ അങ്ങ് ശരിയാക്കി കിട്ടും എന്ന് ആരും വിചാരിക്കരുത്. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ 3 മാസം എടുത്തിരിക്കും. 3 മാസം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടത്തുള്ളൂ. തിരിച്ച് കിട്ടും, അത് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. നിങ്ങൾക്ക് വേറെ ഒരു ചാനലുകാർ റെസ്ട്രിക്റ്റ് ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 മാസം കഴിയുമ്പോഴത്തേക്ക് കിട്ടും കേട്ടോ. മിനിമം പീരീഡ് 3 മാസമാണ്. അടുത്തത് കൃഷ്ണ പറയുന്നുണ്ട്, ഡിയർ, ഈ പറയുന്ന പ്രോബ്ലം ഒന്നുമില്ല. ബട്ട് ഇന്ന് മുതൽ മോണിറ്റൈസേഷൻ എടുത്ത് നോക്കുമ്പോൾ ജൂൺ ജൂലൈയിൽ ഇട്ട പോസ്റ്റും റീലും മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും കാണുന്നില്ല. പ്രൊഫൈൽ നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരാമോ? ജൂൺ ജൂലൈയിൽ ഇട്ട പോസ്റ്റും റീലും മാത്രമേ ഉള്ളൂ. ചിലപ്പം അതിനകത്ത് ടൈം എങ്ങനെ എവിടെയാ നോക്കിയെന്നൊന്ന് പറയാമോ? നിങ്ങൾ നോക്കിയേക്കുന്നതെന്ന് പറഞ്ഞാൽ മുകളിൽ 28 days എന്നുള്ളതായിരിക്കും കാണിക്കുന്നത്, അല്ലെ 48 days ആയിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതിനകത്ത് ലൈഫ് ടൈം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഫുള്ള് നമ്മുടെ വരും. ഇതിനകത്ത് നോക്കി നമ്മുടെ മെറ്റാ ബിസിനസ് സ്യൂട്ടിലാണോ നോക്കി, അതോ നമ്മുടെ ഫോണിൽ ജസ്റ്റ് നോക്കുമായിരുന്നു ചെയ്തത്? അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ റീസ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രോബ്ലം ആർക്കും വന്നിട്ടില്ല. പിന്നെ സെയിം ആൾ എന്നെ ചോദിച്ചിട്ടുണ്ട്, റീച്ച് ഒട്ടും ഇല്ല, മോണിറ്റൈസേഷൻ ആയിട്ട് 3 month കഴിഞ്ഞു. ശരിക്കും മോണിറ്റൈസ് ആകുന്നതിന് മുമ്പ് വരെ നല്ല റീച്ച് ഉണ്ടായിരുന്നു. റീച്ച് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും വീഡിയോ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ റീച്ച് ഓട്ടോമാറ്റിക്കലി കുറയും കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഞാൻ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ വീഡിയോയ്ക്കാണെങ്കിലും റീൽസിനാണെങ്കിലും കോപ്പിറൈറ്റ് കണ്ടന്റ് ഉള്ള ഏതെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒത്തിരി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൻ്റെ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മ്യൂസിക്കിനാണെങ്കിലും വീഡിയോസിനാണെങ്കിലും ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്താൽ മതി കേട്ടോ, കിട്ടും. അടുത്തത്, റൈസിംഗ് ക്രിയേറ്റർ ബാഡ്ജ് കിട്ടിയാൽ ഡിസ്പ്ലേയിൽ എങ്ങനെ ഇനേബിൾ ചെയ്യാം? നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. റൈസിംഗ് ക്രിയേറ്റർ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുന്നത്, നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളെ ഈ മാസത്തെ റൈസിംഗ് ക്രിയേറ്റർ ആയിട്ട് നിങ്ങളെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്തൊന്നും ചെയ്യാൻ പോകണ്ട, നമ്മളുടെ പ്രൊഫൈലിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നോളും കേട്ടോ. ഒന്ന് ബാക്ക് അടിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ കാണുക, അല്ലെങ്കിൽ വേറൊരു അക്കൗണ്ടിൽ നിന്ന് കയറി നോക്കിയാൽ നമ്മുടെ പ്രൊഫൈലിൽ കാണുക. അതിന് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈവൻ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ചിലർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ഓക്കെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിലും നമ്മളുടെ പ്രൊഫൈലിലേക്ക് അത് വരും കേട്ടോ. അടുത്തത്, ഹായ് ചേച്ചി, എൻ്റെ മോണിറ്റൈസേഷൻ അഭിഷേകാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ മോണിറ്റൈസേഷൻ എഫ്എം നിയന്ത്രിച്ചിരിക്കുകയാണ്, അതെന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല, ഒന്ന് പറഞ്ഞുതരുമോ? ഞാനിപ്പോൾ ഈ പറഞ്ഞ റീസൺ തന്നെയാണ്. എന്തുകൊണ്ടാണ് നിയന്ത്രിച്ചേക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഫേസ്ബുക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ എടുത്ത് കളയുമ്പോൾ പറയും. നിങ്ങളുടെ അൺഒറിജിനൽ ആണോ, അല്ലെ മോണിറ്റൈസേഷൻ വയലേഷൻ ആണോ,
കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് ആണോ വന്നിരിക്കുന്നത്, വേറൊരാളുടെ കണ്ടന്റ് എടുത്ത് ഇട്ടേക്കുന്നതാണോ, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈലിൽ അത് കാണിച്ചിരിക്കും. നിങ്ങൾ മോണിറ്റൈസേഷൻ ടാബിൽ ഇതൊക്കെ നോക്കാൻ സൗകര്യം തീർച്ചയായിട്ടും എപ്പോഴും ഒന്നീ നമ്മുടെ ഡാഷ്ബോർഡ് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ വഴി തന്നെയായിരിക്കും നോക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ മോണിറ്റൈസേഷൻ റെസ്ട്രിക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ ഫോണിൽ നിന്ന് ഡയറക്റ്റ് നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് എല്ലാ ഓപ്ഷനും വരണമെന്നില്ല. നിങ്ങൾ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡെങ്കിലും ഓപ്പൺ ആക്കിയിട്ട് മൊബൈൽ വഴി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എന്താണ് റീസൺ എന്നുള്ളത് കാണിക്കുക. റീസൺ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിന് സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഞാൻ കുറച്ച് മുന്നേ കുറേ റീസൺസ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് റീസണും കൊണ്ടാണ് നമ്മുടെ മോണിറ്റൈസേഷൻ എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത്, കട്ടായി പോകുന്നതിൻ്റെ റീസൺ ഇങ്ങനെ കുറച്ച് റീസൺസാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഏതാണ് എന്നുള്ളതൊന്ന് നോക്കിക്കോളൂ കേട്ടോ. അടുത്ത പേജ് പലരും ചിലപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കേട്ടോ ഇത്. സെലിബ്രിറ്റികളുടെ ഫാൻ പേജ് ഉണ്ടാക്കിയാൽ മോണിറ്റൈസേഷൻ കിട്ടുമോ എന്നുള്ള ഡൗട്ട്. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഇടണമെന്ന് തന്നെ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. സെലിബ്രിറ്റികളുടെ ഫാൻ പേജ് തുടങ്ങിയാൽ മോണിറ്റൈസേഷൻ കിട്ടും, അതിന് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ സെലിബ്രിറ്റികൾ എടുത്തിട്ട വീഡിയോ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളും എടുത്തിടാൻ പോകുന്നത്. അങ്ങനെ ഇടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സെലിബ്രിറ്റിയുടെ ഫാൻ പേജ് ആണെന്നോ അല്ലെ അതൊന്നും ഫേസ്ബുക്കിൽ അറിയത്തൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ മോണിറ്റൈസേഷനകത്ത് ലിമിറ്റ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് വരും. അപ്പൊ നിങ്ങൾ സെലിബ്രിറ്റികളുടെ വീഡിയോ, പിന്നെ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, അല്ല സെലിബ്രിറ്റികളുടെ പേജ് തുടങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഓൺ കണ്ടന്റ് തന്നെ ആയിരിക്കണം. നിങ്ങൾ പോയിട്ട് സെലിബ്രിറ്റിയുടെ അടുത്തിരുന്നോ അങ്ങനെയൊക്കെ വീഡിയോ പിടിക്കുന്നതായിരിക്കണം. അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കിട്ടുന്ന കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കുറച്ച് എഡിറ്റ് ചെയ്ത് നന്നായിട്ട് ചേഞ്ചസ് വരുത്തി എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ പേജിൽ ഇടാവൂ. ഫാൻ പേജ് തുടങ്ങുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ വലിയ വലിയ സെലിബ്രിറ്റീസ് ആണെങ്കിൽ ഇപ്പൊ മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെ പോലുള്ള കുറച്ച് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഓൾറെഡി ഫാൻസ് ഉണ്ട്, ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, അവരുടെ പേജുകൾ ഉണ്ടാകും. അപ്പൊ അവര് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി ഇപ്പൊ അവര് ഒരു പേജ് അങ്ങനെ ഇരിക്കുക, ഒഫീഷ്യലി ഉള്ള പേജുകളായിരിക്കും അതൊക്കെ. ഒഫീഷ്യലി അങ്ങനെയുള്ള സെലിബ്രിറ്റീസ് അറിഞ്ഞുകൊണ്ടുള്ള പേജുകളായിരിക്കും ഇതൊക്കെ. അത് കൂടാതെ നിങ്ങൾ ഇനി വേറെ ഒരു ഫാൻ പേജ് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ അവരെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം വരത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെ തുടങ്ങാം. പക്ഷെ നിങ്ങളുടെ ഇടുന്ന കണ്ടന്റ് അവരുടെ തന്നെ കണ്ടന്റ് മുഴുവൻ എടുത്ത് ഇടാമെന്നൊന്നും വിചാരിക്കില്ല. അവരുടെ കണ്ടന്റ് ഇടാൻ പാടില്ല. നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തതോ ആയ കണ്ടന്റുകൾ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. ഫേസ്ബുക്കിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് അതിന് ഒരു പ്രോബ്ലം വരത്തില്ല. ആരുടെ ഫാൻ പേജ് വേണേലും നമുക്ക് തുടങ്ങാം കേട്ടോ. അതിനകത്ത് ഇല്ലീഗലായിട്ടുള്ള വീഡിയോസ് ഇടരുത്. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ നോർമലായിട്ടുള്ള ഫേസ്ബുക്കിന്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രോബ്ലം വരത്തില്ല. ഓൾറെഡി ഉള്ള ഫേസ്ബുക്കിൽ ഓൾറെഡി ഫാൻസ് ഉള്ള പേജുകളാണെങ്കിൽ ആ ഫാൻസ് അസോസിയേഷൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു പ്രോബ്ലം ഇല്ല. ഓക്കെ, അടുത്ത അവർ തന്നെ വീണ്ടും ചോദിക്കുന്നത് ടെക്സ്റ്റ് എന്താണ്? ടെക്സ്റ്റ് മീൻസ് കൂടുതൽ വീഡിയോ ഇട്ട് മീൻസ് ഈ ടെക്സ്റ്റിന് മെസ്സേജ് നമുക്ക് റീൽസ് മോണിറ്റൈസേഷൻ ആകാം എന്നൊക്കെ ഞാൻ പറഞ്ഞേക്കുന്ന ഒരു വീഡിയോയുടെ അടുത്താണ് ചോദിച്ചിരുന്നത്. ടെക്സ്റ്റ് എന്നാലും നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് എഴുതി, ഇപ്പം എഴുതാനൊക്കെ കഴിവുള്ളവരാണെങ്കിൽ അത് ടൈപ്പ് ചെയ്തിട്ട് അതിന് മോണിറ്റൈസേഷൻ കിട്ടും. അതെങ്ങനെ മോണിറ്റൈസേഷൻ കിട്ടും എന്നല്ലേ ചോദിക്കുന്നത്. അത് സ്റ്റാർ വഴിയും ഗിഫ്റ്റ് വഴിയും ഒക്കെയാണ്. അലോ ഗിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇനേബിൾ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ആരെങ്കിലും നമ്മൾ അയച്ചേക്കുന്ന ഒരു ടെക്സ്റ്റ്, നമ്മൾ ടൈപ്പ് ചെയ്തേക്കുന്ന ഒരു ടെക്സ്റ്റ് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇപ്പം ടൈപ്പ് ചെയ്ത ഒരു ടെക്സ്റ്റ് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിന് മോണിറ്റൈസേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയത് ഷോ അപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇപ്പം ആ വീഡിയോയിൽ അല്ലെ ആ ടെക്സ്റ്റിൻ്റെ താഴെ തന്നെ കാണും. സ്റ്റാറായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് അയക്കാം. അങ്ങനെയാണ് ടെക്സ്റ്റിന് നമുക്ക് മോണിറ്റൈസേഷൻ ഇനേബിൾ ആക്കുന്നത് കേട്ടോ. അതുപോലെ എങ്ങനെയാണ് ടെക്സ്റ്റിന് പൈസ കിട്ടുന്നത് അത് തന്നെ ആണ് ചോദിക്കുന്നത്. മീൻസ് ടൈപ്പ് ചെയ്ത് എഴുതുന്നു, അതാണ് ടെക്സ്റ്റ്. നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് എഴുതുന്നു അല്ല ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് ഒക്കെ ഇടുമല്ലോ. ചിലപ്പോൾ ഇപ്പം സാമൂഹികമായിട്ട് നടക്കുന്ന ഓരോരോ വിഷയങ്ങളെ കുറിച്ച് എഴുതാൻ കഴിവുള്ളവരാണ് എഴുതും. അതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഒരാൾ FB പേജിൽ പിക്ചർ, റീൽസ്, ടെക്സ്റ്റ് എന്നിവ അപ്ലോഡ് ചെയ്താൽ എല്ലാറ്റിനും ഏർണിങ്സ് കിട്ടുമോ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? റീൽസിനും വീഡിയോയ്ക്കും മാത്രമാണ് നമുക്ക് ഇപ്പം വീഡിയോയിൽ നിന്ന് പ്ലേ ചെയ്ത് കിട്ടുന്ന മണി. അല്ലാതെ പിക്ചറിനും ഇപ്പം ടെക്സ്റ്റിനും ഒന്നും നമ്മളായിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവർ നമുക്ക് അയച്ചു തന്നെങ്കിൽ മാത്രമേ. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമുണ്ട്, പെർഫോമൻസ് ബോണസ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു പിക്ചർ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ
അതിൽ എത്രത്തോളം ലൈക്ക് വരുന്നു, എത്രത്തോളം ഷെയർ വരുന്നു, എത്രത്തോളം കമൻറ്റ് വരുന്നു, ഇതിനെല്ലാം ഇപ്പം മോണിറ്റൈസേഷൻ ഇനേബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ 2 ആഴ്ച മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റിനും പിക്ചറിനും എല്ലാം മോണിറ്റൈസേഷൻ ഇനേബിൾ ആയിട്ടുണ്ടെന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ബോണസ്, അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. പെർഫോമൻസ് ബോണസ്, അതായത് നിങ്ങൾ ഇട്ടേക്കുന്ന ടെക്സ്റ്റിന്, നിങ്ങൾ ഇട്ടേക്കുന്ന ഫോട്ടോയ്ക്കൊക്കെ കിട്ടുന്ന ലൈക്സ്, കമൻസ്, അത് റീൽസിന് മാത്രമേ ഉള്ളൂ ഇനേബിൾ അല്ലാത്തത്. ഈ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് റീൽസിന് മാത്രമേ ഉള്ളൂ നമുക്കിപ്പം അവൈലബിൾ അല്ലാത്ത. ബാക്കി എല്ലാത്തിനും പെർഫോമൻസ് ബോണസ് കിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന ലൈക്സ്, കമൻസ്, ഷെയർസ്, ഇതിൽ നിന്നെല്ലാത്തിനും പെർഫോമൻസ് ബോണസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നല്ല നല്ല ടെക്സ്റ്റുകൾ നിങ്ങൾ എഴുതുവാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല പിക്ചേഴ്സ് ഇടുവാണെങ്കിൽ, പിക്ചർ എന്ന് പറഞ്ഞാൽ അതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പിക്ചറൊക്കെ ഇടാം, സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പിക്ചർ നിങ്ങൾക്ക് എടുത്തിടാം. പക്ഷേ അതിങ്ങനെ ഇടുമ്പോൾ ഓൾറെഡി നമ്മുടെ ഗൂഗിളിൽ നിന്ന് വന്നതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഫേസ്ബുക്ക് പേജ് വന്ന പിക്ചറാണെന്നെങ്കിൽ അതിൻ്റെ മോണിറ്റൈസേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വേണം ഇടാൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് വേറൊരാളുടെ ഫോട്ടോ എടുത്തിടാം, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ എടുത്തിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 വർഷത്തെ ഡിഫറൻസ്, ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, സെലിബ്രിറ്റി 1 വയസ്സിൽ ഇങ്ങനെ ഇരുന്നു, അല്ലെങ്കിൽ നൗ ദെൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുമല്ലോ. ഇത്ര വർഷം മുന്നേ ഇങ്ങനെയായിരുന്നു പിക്ചർ, ഇത്ര വർഷം മുന്നേ ഇങ്ങനെ, നമുക്ക് ഫ്ലിപ്പൊക്കെ ചെയ്തിട്ടും ഒക്കെ ഫോട്ടോ ഇടുന്ന ഒരു ഓപ്ഷനൊക്കെ ഉണ്ടല്ലോ. എഡിറ്റ് ചെയ്യാൻ അറിയുന്നവർക്കാണെങ്കിൽ ഇഷ്ടം പോലെ പൈസ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മളുടെ പെർഫോമൻസ് ബോണസ് എന്ന നിലയിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് സ്കില്ലുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതും മറ്റുള്ളവരുടെ ഫോട്ടോസും ഒക്കെ വെച്ച് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആ ഫോട്ടോയിൽ നിങ്ങൾ നല്ല എഡിറ്റ് ചെയ്യണം, കൊളാബൊക്കെ ചെയ്ത് വീഡിയോ ഒരേ സ്ക്രീനിൽ പല ഫോട്ടോ ഒക്കെ വെക്കുമല്ലോ നമ്മൾ, ഫോട്ടോ കൊളേജ് ഒക്കെ ചെയ്തിട്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് വരത്തില്ല കേട്ടോ. കാരണം നിങ്ങൾ ഓൾറെഡി ആ ഫോട്ടോയിൽ കുറച്ച് എഡിറ്റ് വരുത്തിയിട്ടുണ്ട്, നിങ്ങളുടേതായ പ്രയത്നം ആ ഫോട്ടോയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് മോണിറ്റൈസേഷൻ കിട്ടും കേട്ടോ. എല്ലാത്തിനും ഏണിങ്സ് കിട്ടുമോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് എന്നാൽ എന്താണ്, ആ സെയിം തന്നെ ചോദിക്കുന്നത്. അടുത്തത്, മൊബൈൽ വഴി അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അതായത് ഇനി കോപ്പിറൈറ്റ് പേടിയില്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതായത് റീൽസിൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ റീസെൻ്റ്ലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന, മീൻസ് ചെക്ക് ചെയ്യുന്ന അത് മൊബൈൽ വഴി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. അത് അഭിഷേകാണ് ചോദിച്ചിരിക്കുന്നത്. മൊബൈൽ വഴി അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല, നമ്മൾ കമ്പ്യൂട്ടർ വഴി അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ മൊബൈൽ വഴി ഇടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ്. അടുത്തത്, ഞാൻ റീൽസിന് വേണ്ടി പാട്ട് സെലക്ട് ചെയ്യുന്നത് യൂട്യൂബിൽ നിന്നാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന പാട്ട് കോപ്പിറൈറ്റ് ആകുമോ എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുമോ? മുൻകൂട്ടി അറിയാൻ, അതാ റീൽസ് നമ്മൾ ഇടുമ്പോൾ ഈ കമ്പ്യൂട്ടർ വഴിയാണ് നിങ്ങൾക്ക് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണിക്കും കേട്ടോ. യൂട്യൂബിൽ നിന്നാണെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഓപ്ഷനിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീൽസ് അന്നേരം അറിയാൻ പറ്റും അത് കോപ്പിറൈറ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അടുത്തത്, ചേച്ചി ഞാനും കൊല്ലംകാരനാണ്, സന്തോഷം ഒത്തിരി. ഒരു സംശയം ചോദിക്കാൻ വന്നാണ്. FB റീൽസ് വരുമാനം വന്നു തുടങ്ങിയിരിക്കും. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അത് കട്ട് ചെയ്തിരിക്കും. എന്തായിരിക്കും കാരണം? കോപ്പിറൈറ്റ് കട്ട് ചെയ്യുന്നുള്ള മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണോ പറയുന്നത്? കോപ്പിറൈറ്റ് ആയിരിക്കുമ്പോൾ കാരണം അത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ? അതോ ഇനി നമ്മൾ ആദ്യം മുതൽ ചെയ്യണോ? ഈ വന്ന വരുമാനം നമുക്ക് കിട്ടുമോ? തിരിച്ചു കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്റൈസേഷൻ കട്ടായതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെയാണ് കോപ്പിറൈറ്റ് വന്ന കണ്ടന്റുകൾ, അല്ലെങ്കിൽ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ്, അൺഒറിജിനൽ കണ്ടന്റ്, അല്ലെങ്കിൽ വേറൊരാൾ അവരുടെ വീഡിയോ എടുത്തിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇട്ടേക്കാണെങ്കിൽ ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ ഫേസ്ബുക്കിന് എന്തെങ്കിലും മനസ്സ് തോന്നി തന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ലിമിറ്റഡ് ഒറിജിനാലിറ്റി ഓഫ് കണ്ടന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. അങ്ങനെ വിഷമിക്കേണ്ട. ഇട്ട കണ്ടന്റ് നമ്മൾ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഓൺ കണ്ടന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. അത് മാത്രമേ ഉള്ളൂ ഇതിനുള്ള ഓപ്ഷൻ. പിന്നെ ഈ വന്ന വരുമാനം കിട്ടുമോ? ഇപ്പം നിങ്ങൾക്ക് 100 താഴെയാണ് നിങ്ങൾക്ക് വന്ന വരുമാനം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴെങ്ങും കിട്ടത്തില്ല. 100 ആകുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേലേ പറ്റൂ. നമ്മൾ ഇന്ത്യയിൽ താമസിക്കുന്നവരാണെങ്കിൽ, US ആണെന്നുണ്ടെങ്കിൽ $25 വന്നാലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഈ സാധനം $100 ആകാതെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ മോണിറ്റൈസേഷൻ ഇനി നമുക്ക് $100 ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ മോണിറ്റൈസേഷൻ റെസ്ട്രിക്റ്റ് ആയതിന് ശേഷം നമ്മളുടെ പേ ഔട്ടിൽ പോയിട്ട് നോക്കി
പ്രോസസ്സിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിൽ പ്രോസസ്സിങ്, അതായത് അവിടുന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാനുള്ളത് പ്രോസസ്സിങ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും, മോണിറ്റൈസേഷൻ കട്ടായാലും കിട്ടും. അത് എബോവ് $100 ആയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. പ്രോസസ്സിങ് തുടങ്ങായിക്കഴിഞ്ഞാൽ, അതായത് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന പേ ഔട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഓവർവ്യൂ ഉണ്ട്, ട്രാൻസാക്ഷൻ ഉണ്ട്. ആ ട്രാൻസാക്ഷനെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ പ്രോസസ്സിംഗ് എന്നാണ് നിങ്ങളുടെ മണി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ആ പ്രോസസ്സിംഗ് കാണിച്ചാലും $100 ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇനിയും മോണിറ്റൈസേഷൻ തിരിച്ച് കിട്ടി വീണ്ടും നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് അത് ടോട്ടൽ $100 ആവുമെങ്കിൽ, സോറി എപ്പോഴും തിരിഞ്ഞു, $100 ആകുമ്പം മാത്രമേ നിങ്ങൾക്കത് തിരിച്ചു കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഫേസ്ബുക്ക് റവന്യൂ ആർക്കെങ്കിലും ഡൗൺ ആയിട്ടുണ്ടോ? ഡൗണേ ഉള്ളൂ. ഫേസ്ബുക്ക് റവന്യൂ ഇത്ര ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇനി ഒത്തിരി വീഡിയോസ് ഇനിയും ഉണ്ട് കേട്ടോ, ഒത്തിരി കമൻറ്റുകൾ ഇനിയും ഉണ്ട്. ഞാൻ അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഇടാം, കാരണം ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ട്. കുറേ ദിവസം വീഡിയോ നോക്കാതിരുന്നത് കാരണം ഒത്തിരി കമൻറ്റ്സ് ഉണ്ട്. അടുത്ത ദിവസം വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ 1-2 വീഡിയോ ഇടെങ്കിലും ഈ കമൻറ്റ്സിനെല്ലാം എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ് കൊടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര നേരം ഞാനിരുന്ന് ഇങ്ങനെ ടെക്സ്റ്റ് എഴുതിയാലും പറ്റും, അതെനിക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് വീഡിയോയിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ബൈ ബൈ.